ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ രൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഈശോ ഒരുപാട് സമയം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ശുശ്രൂഷകൾ ധാരാളം ചെയ്തുവെങ്കിലും കൂടുതലായിട്ട് ഈശോയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുക കൂടുതൽ സമയം ഏകാന്തതയിൽ ചെലവഴിച്ചു, മലമുകളിൽ ചെലവഴിച്ചു, ഗെത്സമൻ തോട്ടത്തിൽ ചെലവഴിച്ചു, പതിവ് പോലെ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി, പതിവ് പോലെ വിജന പ്രദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ അധ്യായം 6:9 അവൻ തനിയെ മലമുകളിലേക്ക് പോയി. ലൂക്ക 22 പറയുകയാണ്, പതിവ് പോലെ ഒലിവ് മലയിലേക്ക് യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥിക്കാൻ പോയി. ലൂക്ക 5:16 പറയുന്നു, അവനാകട്ടെ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലൂക്ക 6:13 ദൈവത്തോട് പ്രാർത്ഥിച്ച് രാത്രി മുഴുവൻ യേശു അവിടെ ചെലവഴിച്ചു. വീണ്ടും ലൂക്ക 9:8 പറയുകയാണ്, അവൻ തനിയെ പ്രാർത്ഥിക്കുവാൻ പോയി. ലൂക്ക 9:28 പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോട് കൂടെ ഒലിവ് മലയിലേക്ക് പതിവ് പോലെ യേശു പ്രാർത്ഥിക്കാൻ പോയി. വീണ്ടും ലൂക്ക 9:37 പിറ്റേ ദിവസം മലയിൽ നിന്ന് ഇറങ്ങി വന്ന് വലിയൊരു ജനാവലിയെ കണ്ട് അവിടുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ അന്ന് തലേ ദിവസം രാത്രി മുഴുവനും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ 11:11 യേശു, അപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന യേശു മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് അതിൽ നിന്ന് കിട്ടിയ ശക്തിയാണ് പിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ആ ഹിതമാണ് ഈശോ ശുശ്രൂഷകളായിട്ട് താഴ്വരയിലേക്ക് വന്ന് ചെയ്തത്. വലിയ ജനാവലി തിക്കി തിരക്കിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ഈശോയുടെ ഒരു കരസ്പർശനം, ഒരു നോട്ടം, ഈശോയെ ഒന്ന് തൊടുക, ആ വസ്ത്രത്തിൽ തൊടുക, ഈശോയുടെ ഒരു വചനം, അങ്ങനെ ജനം മുഴുവൻ ചുറ്റുകൂടി. കാരണം ഈശോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, പിതാവുമായി ഗാഢമായ ബന്ധത്തിലായിരുന്നു. പിതാവിൻ്റെ ഹിതം രാത്രി മുഴുവൻ അന്വേഷിച്ചറിഞ്ഞ് പിന്നീട് ഇറങ്ങി വന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് 4:8. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും പ്രാർത്ഥനാ വരം, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. എന്തുമാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രമാത്രം കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ഹിതം നമ്മിൽ നിറവേറുന്നു. ആമേൻ.